അപ്പോൾ നമുക്ക് അച്ചൻകോവില് വനത്തിലോട്ടൊന്ന് യാത്ര പോയാൽ രാത്രി മിണ്ടായി റെക്കോർഡ് ചെയ്യണം. മ്ലാവുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു മ്ലാവും കൊണ്ട് രണ്ടുപേരുണ്ട്, കാണാൻ പറ്റില്ല. നട്ടപ്പാതിരയാണ്. ഇപ്പൊ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ട്, അത് തുറന്ന് വിട്ട ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇനി പകൽ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇന്നലെ രാത്രി വന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ രാവിലെ വൃശ്ചികം ഒന്നാണ് അങ്ങനെ അച്ചൻകോവിലെ ശാസ്താവിനെ കാണണം എന്നൊക്കെയുള്ള പ്ലാനാണ്. സംഭവം എന്താണെന്ന് കേട്ടോ. വെളുപ്പിലെ 3 മണിക്ക് കുളിച്ച് അമ്പലത്തിൽ പോകുന്ന സീനാണ് ഈ കാണുന്നത്. ഇപ്പം മണി 10 ഇത് ബജാജ് സാബ്. ഇപ്പൊ രാവിലെ ഉറക്കണിച്ച് അച്ചൻകോവിൽ അമ്പലത്തിന്റെ ഭാഗമാണ്. അപ്പം 1-ാം തീയതി വൃശ്ചികം 1 ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന ആർച്ചിന്റെ ഭാഗം. ഒരവസരം കണ്ടന്റായ അപ്പോൾ റൂമിൽ നിന്ന് നേരെ താഴെ ഇറങ്ങി ഒരു കട്ടൻ അടിക്കുകയാണ്. ഓക്കെ, തോർത്ത് എത്ര എണ്ണ? തോർത്ത് ഏത് ഇതാ? വീഡിയോ എടുക്കാണ്. നിങ്ങളെ കൊണ്ട് വെക്കൂല, ഞാൻ പറഞ്ഞോളാം. കാറ് മേടിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? രണ്ടുപേരും കൂടി ഇറങ്ങണ്ട. എന്നാ ഒന്ന് ബാക്കി ഇരിക്കണ്ട. നിങ്ങൾക്ക് അവിടെ കിടക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. ഈ മുതുക്കന്മാരെ പറഞ്ഞാൽ കേൾക്കത്തില്ല. നീ കേറ്. മടിയിരിക്കും. ഇതെല്ലാം റെക്കോർഡാണ്, എല്ലായിടത്തും ഞാൻ യൂട്യൂബിൽ ഇടുന്നു. വണ്ടിക്കകത്ത് കയറാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാര്യം പറഞ്ഞ് തർക്കമായിരുന്നു. അതായത് ഫ്രണ്ടിൽ ഇരുന്ന് എനിക്ക് ക്യാമറ വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ ഫ്രണ്ടിൽ ഇരുന്ന് അപ്പോൾ നമ്മൾ ഇതിങ്ങനെയാണ് സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആ പ്രായത്തിൻ്റെ രീതി കാര്യങ്ങളൊന്നും അല്ല, എല്ലാവരും നല്ല സൗഹൃദ സ്നേഹമാണ്. അതാണ് ഈ ഒരു ടോക്ക് രീതി പോകുന്നത്. അപ്പോൾ അത് കാണുന്നവർക്ക് വേറെ ഒന്നായിട്ട് തോന്നണ്ട. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ സാബ് വണ്ടിക്കകത്തിരുന്ന ആ പാട്ടൊന്നുണ്ടായിരുന്നു. സംഭവം റേഞ്ച് എന്ന് പറയുന്ന സാധനം നമ്മുടെ കൊണ്ടത്തെ ആർക്കും ഇല്ല. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സ്പോട്ടെത്തി. അപ്പം കന്നം തിരുവളൊന്നും കാണിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോകുന്നവരൊക്കെ അതൊക്കെ പാലിച്ചു പോയാൽ നല്ലതാണ്. സൂപ്പറായിട്ട് വണ്ടി താഴെ പോയിരുന്നു. സാബു വേണ്ട, ഇവിടെ വന്ന് ഇടിച്ചു കയറൂടാ. എവിടെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ അറിയാൻ തന്നാണോ നമ്മള്? അല്ലെങ്കിൽ തൈ കിളവന്മാരെ കൊണ്ടുവന്ന വണ്ടി ഇറക്കാക്കൂല, ഒന്നും ഇറക്കാക്കൂല, എല്ലാം അച്ഛൻ കളിയാ. അതാ എങ്ങ് ഓടിച്ചാൽ നീ വണ്ടി ഓടിക്കാൻ താഴെ വരുന്നല്ലേ? സൂപ്പർ വീല് കൊണ്ടുവന്ന വണ്ടി 4 ഫോട്ടോ ഇട്ട് നാളെ കച്ചവടമാക്കാണ് നിങ്ങൾക്ക് വണ്ടി. അപ്പം നമുക്കിവിടെ പ്രാദേശികമായിട്ട് കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ പരിചയങ്ങളാണ് കൂടുതൽ ഈ ഭാഗത്തൊക്കെ വന്ന് ഇങ്ങനെ തങ്ങി നിൽക്കാനൊക്കെ പറ്റുന്നത്. രണ്ട് മണിയായി റൂമിൽ വന്നു. ആനയും മ്ലാവും. ആനയെ കണ്ട് സാബു പേടിച്ച് എൻ്റെ ശ്വാസകോശമൊക്കെ അടങ്ങി. നൈറ്റ് സാബ് വണ്ടി കൊണ്ടുവന്ന് ആനയുടെ സെന്ററിൽ കൊണ്ട് വണ്ടി നിർത്തി കൊടുത്ത് അതിന് ലൈറ്റ് ഓഫ് ചെയ്ത് എന്തോ ഭാഗ്യത്തിന് കൂട്ടിരുന്ന ലൈറ്റ് ഓൺ ആക്കി. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ രക്ഷപ്പെട്ട്. അതുപോലെ അച്ചൻകോവിൽ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ആനകൾ അങ്ങനെ ഉപദ്രവകാരികളായിട്ടൊന്നും കണ്ടിട്ടില്ല. കാരണം നമ്മൾ വണ്ടി പോകുമ്പോൾ തന്നെ അത് സൈഡിൽ മാറി നിൽക്കുകയാണ് അതിൻ്റെ ഒരു സ്വഭാവം. തൊപ്പിയിട്ടാണ് കുളിക്കുന്നത്. മണ്ടയൊക്കെ പൊട്ടി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മള് കുളിക്കാൻ പോവുകയാണ്. ഓക്കെ, കുളിക്കുമ്പോ ക്യാമറ കൂടെ വെള്ളത്തിൽ ചാടുന്നതാണ് പറയുന്നത്. ക്യാമറ കൂടെ വെള്ളത്തിലോട്ട് ചാടട്ടെ ഗായ്സ്.
സമയത്രടാ. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. കൂടെ നിന്ന് കുളിക്കാൻ എന്ന ഒരാളെ കാണാതായി. അങ്ങനെയാണ് നോക്കിയപ്പോഴത്തേക്കാണ് ഇന്ത്യയില് കേരളത്തിൽ ചിമ്പാൻസി വന്നിട്ടുണ്ട്. ചിമ്പാൻസി താഴെ വീടല്ലേ, പാറക്കല്ലാണ്. മുട്ടയൊക്കെ ഓംപ്ലേറ്റ് ആവും. സൂപ്പർ വ്യൂ ആട്ടോ ഇങ്ങനെ കാണാൻ. അപ്പോൾ മെയിനായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പം സെക്കൻഡ് പാർട്ടായിട്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.